ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിൽ പ്രതികരിച്ച് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സ്വർണ്ണക്കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണെന്നും മന്ത്രി അല്ല എന്നുമായിരുന്നു ഗണേഷ് കുമാറിന്റെ പരാമർശം. മോഷ്ടാവായ പോറ്റിയെ സന്നിധാനത്ത് കൊണ്ടുവന്നതും അകത്ത് കയറ്റിയതും തന്ത്രിയാണ്. വാദ്യവാഹനം അടിച്ചുകൊണ്ടുപോയത് ആരാണെന്നും ഗണേഷ് കുമാർ ചോദിച്ചു. ശബരിമലയിൽ നടന്നത് എന്താണെന്ന് കോടതി കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. അവർ ഉദ്ദേശിക്കുന്ന ആൾ പ്രതിയാക്കണമെന്നാണ് UDFും BJPയും പറയുന്നത്. BJPയേക്കാൾ അപകടകരമായ രീതിയിൽ മതവികാരം ഇളക്കിവിടാനാണ് UDF ശ്രമിക്കുന്നത്. BJPക്കും കോൺഗ്രസിനും ഒരേ സ്വരം. ശബരിമല എന്ന് മാത്രം പറയുന്നു. കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ദേവസ്വം ബോർഡിന് എന്താണ് പണിയെന്നും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചു. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജിയിൽ വാദം തുടരുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യ ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഈ പരാമർശം. ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ, കട്ടളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവ ഉൾപ്പെടെ സ്വർണം പൂശുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഏൽപ്പിച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞപ്പോഴായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ വിമർശിച്ചത്.